അല്ല, അത് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. പിന്നെ ചില്ലറ വാശി എല്ലാവർക്കും കാണില്ലേ? അതെ, അതെല്ലാവർക്കുമുണ്ട്. ഉപദേശിക്കുകയാണെന്ന് കരുതരുത്. രണ്ടു കൂട്ടരും ഇങ്ങനെ ആയാൽ മീരയ്ക്ക് മുൻകൈ എടുത്തൂടെ? അഭിമാനം എല്ലാവർക്കും വലുതാണ്. ഇതിൽ അഭിമാനത്തിന്റെ പ്രശ്നമൊന്നുമില്ല. കഴിഞ്ഞതെല്ലാം മറന്ന് മീര തിരിച്ചു പോണം. ഇല്ല, ഒരിക്കലുമില്ല. നിനക്ക് ചെറുപ്പമാണ് മോളെ. ഈശ്വരൻ സഹായിച്ച് നിനക്കൊരു കുഴപ്പം ഉണ്ടായിട്ടില്ല. നീ ഇവിടുന്ന് പോയതിനു ശേഷം ഇതൊരു ചത്ത വീട് പോലെയായിരുന്നു. ആവിയില്ല, അനക്കവുമില്ല. ഇപ്പോഴിതൊക്കെ എന്തിനു പറയുന്നു? എന്റെ ആദ്യം ആരോടെങ്കിലും ഞാൻ പറയണ്ടേ? മനംനൊന്ത് ഞാൻ വിളിച്ചു. ദൈവം എന്റെ വിളി കേട്ടു. നിന്റെ പെറ്റമ്മയാണ് ഞാൻ. എനിക്കേ നിന്റെ വിഷമം അറിയാവൂ. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ, ഡൈവേഴ്സ്. എങ്ങനെയെങ്കിലും മീര ഒന്ന് കൊണ്ടുവരണം. കൃഷ്ണൻകുട്ടിയുടെ നില നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല. എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമുക്കൊന്ന് അവിടെ വരെ പോയാലോ? മീരയുടെ മമ്മയും ഡാഡിയും തനിക്കറിയില്ലേ? പിടിച്ച പിടിയാലെ മോളെ കൊണ്ട് ഡൈവേഴ്സ് നോട്ടീസ് അയപ്പിച്ചു വരാം. കൃഷ്ണൻകുട്ടിയുടെ കണ്ടീഷൻ അത്രയ്ക്ക് സീരിയസ് ആണ്. എന്തെങ്കിലും വഴി ഉണ്ടാക്കിയേ പറ്റൂ. ട്രൈയെ ദയവായി ഞാൻ പറയുന്നത് കേൾക്കൂ. കൃഷ്ണൻകുട്ടി എന്റെ ഫ്രണ്ട് മാത്രമല്ല, നിങ്ങളുടെ മകളുടെ ഭർത്താവുമാണ്. കൃഷ്ണൻകുട്ടി എന്റെ മകളുടെ ഭർത്താവോ? അതൊക്കെ പഴയ കഥ. മറ്റൊന്നും വേണ്ട മാഡം, മീരയെ അല്പനേരത്തേക്കൊന്ന് വിട്ടയച്ചാൽ മതി. ഹീസ് വെരി സീരിയസ്. സാധ്യമല്ല. നിങ്ങൾ ഞങ്ങളെ പാട് നോക്കണം മിസ്റ്റർ. കിച്ചേട്ടൻ ബോധമില്ലാതെ മീര ചേച്ചിയെ വിളിക്കുകയാണ്. എങ്ങനെയെങ്കിലും എന്റെ മീര ചേച്ചിയെ കൊണ്ടുവരാമോ? മീര അവരെ അയക്കില്ല ലക്ഷ്മി. ഞാൻ ആവുന്നത്ര പറഞ്ഞു നോക്കി. മീര ചേച്ചി വന്നില്ലെങ്കിൽ എന്റെ കിച്ചേട്ടൻ. ഞാൻ പോയി വിളിക്കും. മീര ചേച്ചി വരും. മീര ചേച്ചിയെ കാണാൻ വന്നതാണ്. നീ ഏതാ? കിച്ചേട്ടന്റെ അനിയത്തിയാ. കണ്ട തെണ്ടികൾക്ക് കയറി ഇറങ്ങാനുള്ള സ്ഥലമല്ലേ ഇത്? അയ്യോ, കിച്ചേട്ടൻ മീര ചേച്ചിയെ കണ്ടില്ലെങ്കിൽ. ഇവിടെ മീര ചേച്ചിയില്ല, കീര ചേച്ചിയില്ല. അയ്യോ, കിച്ചേട്ടൻ ചത്തുപോകും.